അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിലെ നെഹ്സിന്റെ ദിവസങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടാം. നെഹ്സിന്റെ ദിവസങ്ങളിൽ കിണർ കുഴിക്കുക, അതുപോലെ തന്നെ വീട് പണി തുടങ്ങുക, അതുപോലെ തന്നെ വിവാഹം, പ്രധാനപ്പെട്ട യാത്രകളൊക്കെ ഒഴിവാക്കണമെന്ന് വലിയ ആരിഫീങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുൽഹജ്ജ് മാസത്തിലെ നെഹ്സ് ദുൽഹിജ്ജ 3-ാമത്തെ ദിവസം നെഹ്സിന്റെ ദിവസമാണ്. അതുപോലെ ദുൽഹിജ്ജ 5 നെഹ്സിന്റെ ദിവസമാണ്. ദുൽഹിജ്ജ 6 നെഹ്സിന്റെ ദിവസമാണ്. ദുൽഹിജ്ജ 8 നെഹ്സിന്റെ ദിവസമാണ്. ദുൽഹിജ്ജ 10 നെഹ്സിന്റെ ദിവസമാണ്. ദുൽഹിജ്ജ 13, ദുൽഹിജ്ജ 16, ദുൽഹിജ്ജ 21, ദുൽഹിജ്ജ 24, ദുൽഹിജ്ജ 25. അതുപോലെ തന്നെ അവസാനത്തെ ബുധൻ, എല്ലാ അറബി മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയും നെഹ്സിന്റെ ദിവസമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ വീട് പണി തുടങ്ങുക, അതുപോലെ തന്നെ കിണർ കുഴിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഇബാദത്തുകൾ ഒഴിവാക്കണം, ഹജ്ജിന് പോക്ക് ഒഴിവാക്കണം, ഉംറക്ക് പോക്ക് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. ആരും തെറ്റിദ്ധരിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഹജ്ജിന് പോയവർക്കൊക്കെ നല്ല നിലക്ക് ഹജ്ജ് ചെയ്ത് നല്ല നിലക്ക് ഉംറ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്കെല്ലാവർക്കും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.